ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും കൂടി വരുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം. 20-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ, കഴിഞ്ഞ അധ്യായങ്ങൾ നാം പഠിച്ചപ്പോൾ അതിനകത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരാജയം, അഥവാ താൻ ചെയ്ത ഒരു പാപം, അല്ലെങ്കിൽ താൻ ഒരു പാർഷ്യൽ ട്രൂത്ത് പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കപ്പെടുന്ന ഒരധ്യായമാണ് 20-ാമത്തെ അധ്യായം. ആവർത്തിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലും ഇതേപോലെ തന്നെ ഒരു കാര്യം അബ്രഹാം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 12-ാം അധ്യായം 20-ാം അധ്യായവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 12-ാം അധ്യായത്തിലെ സ്ഥലം ഈജിപ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ സ്ഥലം ഗരാറാണ്. 12-ാം അധ്യായത്തിലെ കാലം എന്ന് പറയുമ്പോൾ തൻ്റെ ദൈവവുമായിട്ടുള്ള ആ ജീവിതത്തിലെ ഇറ്റ്സ് ഏർലി ക്രിസ്ത്യൻ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളാണ് 12-ാം അധ്യായത്തിൽ. എന്നാൽ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലേറ്റർ ക്രിസ്ത്യൻ ലൈഫാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ കുറേ കാലഘട്ടങ്ങൾ അങ്ങ് പിന്നിട്ടതിന് ശേഷമുള്ള, ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണിത്. അവിടുത്തെ രാജാവ് ഫറവോനായിരുന്നെങ്കിൽ ഇവിടുത്തെ രാജാവ് അബീമേലെക്കാണ്. ഈ സംഭവം നടക്കുമ്പോൾ, ഈ രണ്ട് സംഭവങ്ങളുടെ നടുവിൽ അബ്രഹാമിൻ്റെ ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ, 12-ാം അധ്യായത്തിൽ അബ്രഹാം വളരെ സൈലന്റ് ആണ്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പം എക്സ്ക്യൂസസ് പറയുന്നുണ്ട്. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 12-ാം അധ്യായം തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ ചിന്തിച്ചു. 12-ാം അധ്യായത്തിൽ ചെയ്ത അതേ പാപം അല്ലെങ്കിൽ അതേ തെറ്റ് 20-ാം അധ്യായത്തിൽ അബ്രഹാം ആവർത്തിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ ഈജിപ്തിൽ സംഭവിക്കുന്നത് 20-ാം അധ്യായത്തിൽ ഗരാറിലാണ് സംഭവിക്കുന്നത്. 12-ാം അധ്യായത്തിൽ തൻ്റെ ഏർലിയർ ക്രിസ്ത്യൻ വാക്ക് വിത്ത് ഗോഡ്, ഏർലിയർ ഫെയ്ത്ത് വാക്കിംഗ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിലാണ് സംഭവിക്കുന്നത്. ഇവിടെ ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷം ഒരു ആണ് അത് സംഭവിക്കുന്നത്. അവിടുത്തെ രാജാവ് ഫറവോനാണെങ്കിൽ ഇവിടുത്തെ രാജാവ് അബീമേലെക്കാണ്. അവിടുത്തെ അബ്രഹാമിന്റെ റെസ്പോൺസ് സൈലൻസ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ റെസ്പോൺസ് എക്സ്ക്യൂസസ് പറയുകയാണ്. അവിടെ താൻ മിസ്രൈം വിട്ടുപോരുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ ഗരാറിൽ താൻ താമസിക്കുകയാണ്. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, കുറേ കാലം ദൈവത്തോട് കൂടെ നടന്ന് ആ ദൈവം ആരാണ് എന്നുള്ളത് വളരെ ആഴമായിട്ട് അങ്ങ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ താൻ എക്സ്ക്യൂസസ് പറയുകയാണ്. ഫ്രീഡം കൂടിയപ്പോഴും ദൈവത്തെ ആഴമായിട്ട് അറിഞ്ഞപ്പോഴും വീണ്ടും കഴിഞ്ഞുപോയ കാലങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കുവാനായിട്ടുള്ള ഒരു ടെൻഡൻസി, കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പോകുന്നുവോ എന്നുള്ളത് ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇതിന് 18 വാക്യങ്ങളാണുള്ളത്. 3 ഭാഗമായിട്ട് നമുക്ക് ഇതിനെ തിരിക്കുവാനായിട്ട് കഴിയും. 1 മുതൽ 7 വരെയും 8 മുതൽ 13 വരെയും 14 മുതൽ 18 വരെയും. 1 മുതൽ 7 ഉള്ള ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ എ പ്ലോട്ട് റീപ്ലേഡ്, വാസ്തവത്തിൽ അബ്രഹാം തെറ്റ് ചെയ്തു, പാപം ചെയ്തു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ
ഒരു കെണി, അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു കെണി വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എ പ്ലോട്ട് റീപ്ലേഡ്. 8 മുതൽ 13 വരെ എ സ്ട്രൈഫ് റിസോൾവ്ഡ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ സംഭവിച്ച ആ ഒരു കാര്യത്തെ റിസോൾവ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എ നെയിം റെസ്റ്റോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഈ അബ്രഹാം ആക്ച്വലി മെമ്രയുടെ തോപ്പിൽ ഏകദേശം 20 വർഷക്കാലം താമസിച്ചതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പം അതിന് പല കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഏകദേശം 20 വർഷക്കാലം അബ്രഹാം മെമ്രയുടെ തോപ്പിൽ പാർത്തു. എന്തുകൊണ്ടാണ് അബ്രഹാം ഈ മെമ്രയുടെ തോപ്പിൽ നിന്ന് മാറി ഈ ഗരാറിലേക്ക് വന്ന് താമസിക്കാൻ ഇടയായതെന്നുള്ളത് റീസൺ നമുക്കറിയത്തില്ല. നിങ്ങള് ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, മെമ്രയുടെ തോപ്പിൽ താനായിരിക്കുമ്പോൾ സോദോം ഗോമോറ നശിപ്പിക്കപ്പെടുന്നത് അബ്രഹാം കണ്ടു. രണ്ടഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. മൂന്ന് അഭിപ്രായങ്ങളാണ് വേദപണ്ഡിതാക്കളുടെ ഇടയിലുള്ളത്. ഒന്ന്, we don't know the reason. ഒന്ന്, കാരണം എന്താണെന്ന് അറിയില്ല. രണ്ടാമത്തേത്, അബ്രഹാം നിരാശപ്പെട്ടുപോയി എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കാരണം കർത്താവേ, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇത്രയും ഇന്റർസീഡ് ചെയ്തിട്ടും ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ ഇത്രയും ഇടിവിൽ നിന്നിട്ടും ഇത് സംഭവിച്ചല്ലോ. അപ്പോൾ ലോത്ത് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊന്നുമുള്ള ഒരറിവ് അബ്രഹാമിന് ഇല്ലാതെ പോയത് കൊണ്ട് എൻ്റെ ഇന്റർസെഷൻ ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ള ഒരു നിരാശയിൽ താൻ അവിടം വിട്ടുപോയതാവാം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതെല്ലാം അഭിപ്രായങ്ങളാണ് കേട്ടോ. എക്സാക്ട്ലി എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ഊഹിക്കുകയാണ്. അത് നമ്മൾ അറിയണമെന്നില്ലായിരിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് റീസണും കൂടെ എഴുതി തന്നേനെ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം യോജിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം ലോത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ വിഷയം അബ്രഹാം കേട്ടു. മോവാബ്യരുടെയും അമോന്യരുടെയും പിറവി അബ്രഹാം അറിഞ്ഞിട്ട് അബ്രഹാം മാത്രമല്ല ആ ദേശത്തുള്ളവരെല്ലാം അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നിന്റെ ദൈവം, നീ വിശ്വാസത്തോടെ പറയുന്ന ഈ ദൈവത്തിന്റെ പുറകെ നടന്നവർ ചെയ്തത് കണ്ടോ എന്ന് പറയത്തക്കവണ്ണം ലജ്ജാകരമായ ആ വാർത്ത വരുന്നപ്പോൾ തനിക്ക് ആ ദേശത്ത് തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ താൻ അവിടെ നിന്ന് പോയി എന്ന് അഭിപ്രായപ്പെടുന്നു. എനിക്ക് യോജിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നത്, കാരണം അബ്രഹാമിനോട് 99-ാമത്തെ വയസ്സിൽ ഈ പ്രോമിസ് പറയുന്നു. 21-ാം അധ്യായത്തിൽ അതായത് ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രോമിസ് ഫുൾഫിൽഡ് ആവണം. കാരണം അടുത്ത 9 മാസം കഴിയുമ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് എന്നൊരു വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ സംഭവം കഴിയണം. അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ ലോത്തിന്റെ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ നടന്ന വാർത്ത ഇവിടെ പരന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം 9 മാസങ്ങൾ മതിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ അതുകൊണ്ട് ഈ സംഭവം നടന്ന ഒരു 10 മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച് കാണും എന്നൊക്കെ നമുക്ക് ഊഹിക്കുവാനായിട്ട് കഴിയും.
എന്ത് തന്നെ ആയിരുന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആലോചന ഇല്ലാതെയാണ് അബ്രഹാം ആ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്തതെങ്കിൽ തന്റെ ജീവിതത്തിൽ വന്ന നിരാശയോ തൻ്റെ മേൽ വീണ ലജ്ജയോ എന്തെങ്കിലും ഒരു കാരണമാണ് അബ്രഹാം ഇവിടേക്ക് മൂവ് ചെയ്യാൻ ഇടയാക്കിയതെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമല്ലാത്ത, ദൈവാലോചന ഇല്ലാത്ത ഒരു ചലനമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയത്തിനകത്തില്ലാതിരുന്ന തൻ്റെ യാത്രയുടെ മധ്യത്തിൽ, തൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, അബ്രഹാമിന്റെ പരദേശ പ്രയാണത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാനിനകത്ത് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അബ്രഹാം വന്ന് താമസിക്കുന്നത് എങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും കൂടാരം മാറ്റിയടിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഞാനും നിങ്ങളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ലോകത്തിന് എങ്ങനെയും പോകാം കേട്ടോ. നമ്മുടെ മക്കളെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ ലൈഫിന്റെ മാസ്റ്റർ പ്ലാനിനകത്ത് ആ പ്ലേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഹല്ലേലൂയ, വ്യക്തമായി മനസ്സിലാക്കി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവാലോചനയ്ക്ക് അനുസരിച്ച് ചുവടുകൾ വയ്ക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ഹല്ലേലൂയ, നമ്മുടെ തീരുമാനങ്ങളെ നമുക്കൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ തീരുമാനങ്ങളെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, നമ്മുടെ, ഹല്ലേലൂയ, നടപ്പുകളെ കുറിച്ച്, കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എവിടോട്ടെങ്കിലും പറഞ്ഞു വിടുന്നതിനെ കുറിച്ച്, ഹല്ലേലൂയ, നാം ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റേതെങ്കിലും ഒരിടത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു വേല സ്ഥലത്ത് നിന്ന് മറ്റൊരു വേല സ്ഥലത്തേക്ക്, ഒരിടത്ത് പാർത്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, ഇപ്പം ഈ മറ്റ് പല രാജ്യങ്ങളിലേക്കുമുള്ള ഒഴുക്ക് ഒത്തിരി നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് പ്രാർത്ഥനയോടെ ആ തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വീണ്ടും ഒരു അബദ്ധം, വീണ്ടും ഒരു പരാജയം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം, ഹല്ലേലൂയ, നമ്മളെ സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ, ഒരു തീരുമാനമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെന്ന് നമുക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്ത് ചാടി തീരുമാനം എടുക്കാൻ ഇടയാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ, വ്യക്തിപരമായി പങ്കുവച്ച പല കാര്യങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം, പേരെടുത്ത് പറയാതെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ഈ ജീവിതത്തിൽ ചില അപമാനങ്ങളും പരാജയങ്ങളും ഒക്കെ വന്നത് നിമിത്തം ചിലരൊക്കെ നല്ല ഒന്നാം തരം സ്ഥലവും വീടും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ദൈവം ഞങ്ങൾക്ക് തന്നതാണെന്ന് സാക്ഷ്യം പറഞ്ഞ പല കാര്യങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഞങ്ങൾക്ക്, ഹല്ലേലൂയ, ഒരുക്കി തന്നതാണെന്ന് സാക്ഷ്യം പറഞ്ഞ പല സ്ഥലങ്ങളും വിറ്റുപോയിട്ടുള്ളത് എനിക്കറിയാം. ഹല്ലേലൂയ, വിറ്റ് പല പല സ്ഥലങ്ങളിലേക്ക് അങ്ങ് മൂവ് ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, അബദ്ധങ്ങൾ സംഭവിക്കുവാൻ ഇടയാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ.
അബദ്ധങ്ങൾ സംഭവിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ രഖമനധികാലകശകതുന രഗനം. ഹാലേലൂയ 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 ഹാലേലൂയ. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഹാലേലൂയ സ്തോത്രം, ദൈവഹിത പ്രകാരമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 20-ാം അധ്യായം എന്ന് പറയുന്നത് 19-ന്റെ 21-ന്റെ ഇടയ്ക്കുള്ള ഒരു അധ്യായമാണ് അല്ലേ? 19-ാമത്തെ അധ്യായത്തിൽ ഒരു വിസിറ്റേഷൻ ഉണ്ടായ അധ്യായമാണ്. നാം ചിന്തിച്ചു, എന്ത്, തൻ്റെ പ്രിയപ്പെട്ടവളുടെയും നിർജീവമാക്കപ്പെട്ട ശരീരം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ആ ഫാമിലിയുടെ ഒരു 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 എന്താ പറയുന്നത്, ജീവൻ തിരികെ കിട്ടിയ ഒരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ വാഗ്ദത്തം പുതുക്കി കിട്ടിയ ഒരധ്യായമാണ് 19-ാമത്തെ അധ്യായം. 21-ാം അധ്യായം എന്ന് പറയുന്നത് അതിന്റെ പൂർത്തീകരണം. ഹല്ലേലൂയ. They were at the verge of the fulfillment of their promise. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം, അതിന്റെ പടിക്കലെത്തി നിൽക്കുമ്പോഴാണ് ഈ അബദ്ധം. അവരുടെ ആ നിർജീവമായ ശരീരം റിസറക്റ്റഡ് ആയി കേട്ടോ. ഫെയ്ത്ത് റിന്യൂഡ് ആയി. അവരുടെ പ്രോമിസിന്റെ കാലഘട്ടം വ്യക്തമായി പുറത്തു വന്നു. അടുത്ത വർഷം ഈ സമയത്ത് ചിന്തിച്ചു നോക്കിക്കേ, ഈ അവസ്ഥയിൽ സാറ അബീമേലെക്കിന്റെ ബെഡ്റൂമിലേക്ക് പോകേണ്ടി വന്നിരുന്നു എങ്കിൽ, അബീമേലെക്ക് സാറയെ പരിഗ്രഹിച്ചിരുന്നു എങ്കിൽ, വാഗ്ദത്തത്തിനകത്ത് വരുന്ന കലർപ്പ് ചിന്തിച്ച് ഓർത്തു നോക്കിയേ. ഇത് ശത്രുവിന്റെ ഒരു പദ്ധതിയാണ്. കാരണം മശിഹ ക്രിസ്തു, അവന്റെ തല തകർക്കാനുള്ളവൻ, ഹല്ലേലൂയ, ഭൂമിയിലേക്ക് വരുന്നത് ഇവരിലൂടെയാണ്. അതിനകത്ത് ഒരു ജാതീയന്റെ, ഒരു ലോകത്തിന്റെ, ഹല്ലേലൂയ, പൈശാചികന്റെ ഒരു കലർപ്പുണ്ടാക്കുവാൻ ഉള്ള ശ്രമം. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. നമ്മൾ എത്ര പേർ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. വാഗ്ദത്തത്തെ കൈനീട്ടി പിടിക്കത്തക്കവണ്ണം അത് അടുത്തെത്തിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എടുത്ത ചില തീരുമാനങ്ങൾ ആ വാഗ്ദത്തത്തിൽ നിന്ന് നമ്മെ അന്യരാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം നമുക്ക് സൂക്ഷിക്കാം. ഹല്ലേലൂയ. But God is more merciful than we often realize. കേട്ടോ, ഇത് ഈ വാഗ്ദത്തത്തെ കലർപ്പില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളത് അബ്രഹാമിനേക്കാൾ ആവശ്യം ദൈവത്തിനായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അത്രയ്ക്കും മേഴ്സിഫുൾ ആയിട്ടുള്ള ഒരു ദൈവം. ദൈവമക്കളെ, നമ്മുടെ ആരുടെയും ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടും പ്രാർത്ഥനയുടെ കനം കൊണ്ടും ഉപവാസത്തിന്റെ ബലം കൊണ്ടും, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നടപ്പ് കൊണ്ടും ഒന്നുമല്ല പലപ്പോഴും
ദൈവത്തിന്റെ കരുണ, 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 ദയ, വിശ്വസ്തത, ദീർഘക്ഷമ, ഇതാണ് നമ്മെ ഇവിടം വരെയും കൊണ്ടുവന്നെത്തിച്ചത്. പല വാക്തത്വങ്ങളും നാം പ്രാപിക്കുന്നതിന് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒന്നിലും പ്രശംസിക്കുവാനില്ല. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നത് പോലെ അവന്റെ ക്രൂശിലല്ലാതെ, ക്രൂശിൽ കെടുത്ത ആ ജയം നിമിത്തമാണ് നമ്മിൽ പലരും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അബദ്ധങ്ങൾ ചെയ്തിട്ടും വഴി തിരിഞ്ഞിട്ടും, ഹല്ലേലൂയ, കൂടാരം, ഹല്ലേലൂയ, മാറ്റി അടിച്ചിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, കഴിഞ്ഞ കാലത്തിലെ പാപങ്ങൾ പലതും ആവർത്തിച്ചിട്ടും, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾക്കകത്തേക്ക് നടത്തപ്പെട്ടത് എന്ന് മറന്നു പോകണ്ട. ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയട്ടെ, സ്തോത്രം കരയട്ടെ, സ്തോത്രം കരയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവം പരിചയപ്പെടുത്തുന്ന ആരായിട്ടാണെന്ന് അറിയാമോ? God introduces Abraham as a prophet. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുന്നത്. ഡു യു നോ ദാറ്റ് ഈ പ്രോഫറ്റ് എന്ന് പറയുന്ന ഈ വേർഡ് ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമായത്? ഇവൻ ദൈവത്തിന്റെ പ്രവാചകനാണ്, അവനൊരു പ്രവാചകനാണ് എന്ന് ദൈവം പരിചയപ്പെടുത്തുക. പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മനസ്സിൽ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഓർമ്മ വരുന്നേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ പ്രോഫറ്റ്? എന്തോ ഓർമ്മ വരിക? മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ദാറ്റ്സ് എ റൈറ്റ് തിങ്. പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാമോ? ഭാവി പറയുന്ന ഒരാള് എന്നുള്ളതാ ഓർമ്മ വരുന്നത്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ വാസ്തവത്തിൽ പ്രോഫറ്റ്, ദൈവവചനം പറയുന്ന പ്രോഫറ്റ്, ദ വൺ ഹു സ്പീക്സ് ടു ഗോഡ് ഓൺ ബിഹാഫ് ഓഫ് സമൺ. അതാണ് ആക്ച്വലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം. പ്രോഫറ്റ് എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ദ വൺ ഹു സ്പീക്സ് ടു ഗോഡ് ഓൺ ബിഹാഫ് ഓഫ് സമൺ. അതായത് an intercessor, മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ, സ്തോത്രം. 17-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു, അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെയും അബ്രഹാമിന്റെ ഒരു ഇന്റർസെഷൻ കാണാനായിട്ട് കഴിയും. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഞാൻ പറയുക. അബ്രഹാം തൻ്റെ ഇന്റർസെഷനെ ഒരു പരാജയമായി പോയി എന്ന് ചിന്തിച്ചാണ് അബ്രഹാം ഈ മൂവ് ചെയ്തതെങ്കിൽ, ഞാൻ ഇന്റർസീഡ് ചെയ്തിട്ട് ഒന്നും നടന്നില്ല എന്നുള്ള ചിന്തയിലാണ് അബ്രഹാം ഗരാർ വിട്ടതെങ്കിൽ, മെമ്രയുടെ തോപ്പ് വിട്ടതെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഇല്ല, നീ ഇന്നും ഇന്റർസീഡ് ചെയ്താൽ ഞാൻ ഉത്തരം തരാൻ മതിയായ ദൈവമാണ്, നീ പ്രാർത്ഥിക്ക്, ഞാൻ അവരെ സൗഖ്യമാക്കും. What a merciful God we serve. അനുഭവങ്ങൾ ഒത്തിരി ഇവിടെ ഇരിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക് പറയാനില്ലേ? ദൈവം നമ്മളെ ഇങ്ങനെ എൻകറേജ് ചെയ്ത്, സ്ട്രെങ്തൻ ചെയ്ത്, ഹല്ലേലൂയ, നമ്മുടെ അബദ്ധ ധാരണകളും അങ്ങനല്ല, ഞാൻ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു, എന്നെ കൊണ്ട് ഇനി ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ വിചാരിച്ച എത്രയോ ഇടങ്ങളിൽ കൈ പിടിച്ചുയർത്തി അവസരങ്ങൾ തന്ന്, ഹല്ലേലൂയ, വീണ്ടും പ്രാർത്ഥിപ്പിച്ച്, വീണ്ടും വചനമുള്ളിൽ പ്രകാശിപ്പിച്ച് തന്ന്, വീണ്ടും ഒരു സ്റ്റേജ് തന്ന്, വീണ്ടും ഹല്ലേലൂയ ഒരു വീട്ടിലേക്ക് പോകാൻ ഒരു അവസരം തന്ന്, വീണ്ടും ഒരാളിന്റെ വിഷയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സാഹചര്യം ഒരുക്കിയൊക്കെ നമ്മെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മെ ശുശ്രൂഷയിൽ നിലനിർത്തുന്ന, നമ്മെ വിശ്വാസത്തിൽ ഹല്ലേലൂയ വീണ്ടും പുലർത്തുന്ന, നമ്മെ ഹല്ലേലൂയ, സ്തോത്രം, കൈവിട്ട് കളയാത്ത,
ഹല്ലേലൂയ. ഈ സ്വർഗത്തിലെ ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞ് കർത്താവിനൊന്ന് മഹത്വം കരേറ്റിക്ക്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൂ ക്യാൻ ഇന്റർസീഡ് ലൈക്ക് ദിസ്? ആർക്കാണ് ഇങ്ങനെ ഇന്റർസീഡ് ചെയ്യാൻ പറ്റുന്നത്? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആംപ്ലിഫൈഡ് വേർഷനിൽ ഒന്ന് വായിക്കണം കേട്ടോ. ആംപ്ലിഫൈഡ് വേർഷനിൽ വായിക്കുമ്പോൾ ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി സെഡ്. ഞാനതൊന്ന് വായിക്കാം. Genesis chapter 17 verse 1 from the amplified version കേട്ടോ. I am God Almighty. Walk habitually before me. Walk habitually before me with integrity, knowing that you are always in my presence, and be blameless and complete in obedience to me. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എൻ്റെ മുമ്പാകെ നിഷ്കളങ്കതയോടെ നടത്തണമെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ആംപ്ലിഫൈഡ് വേർഷനാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. Walk habitually before me. ദൈവ മുമ്പാകെ, ഹല്ലേലൂയ, ഇന്റഗ്രിറ്റിയിൽ നീ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ ഒരു ഹബിച്വൽ വാക്ക് ഉണ്ടോ നമുക്ക്? ഹല്ലേലൂയ. ഇനി അതില്ലാതെ പോയിട്ടും, ആ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, ആ ബ്ലെയിംലെസ് വാക്ക് അല്ല, ദൈവത്തിന് ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു നടപ്പ്, ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് പോലും തമ്പുരാൻ കരുണ കാണിക്കുകയാണ്. അവിടെ പറയാൻ be blameless and complete in obedience to me. ദൈവത്തോടുള്ള പൂർണ്ണ അനുസരണത്തിൽ നീ എൻ്റെ മുമ്പാകെ നടക്കാം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെയുള്ളവർക്കാണ് ഇന്റർസീഡ് ചെയ്യാൻ പറ്റുന്നത്, ഇടിവിൽ നിൽക്കാൻ പറ്റുന്നത്. കാരണം ഹല്ലേലൂയ, സ്തോത്രം, പാപത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് അകന്ന് ജീവിക്കുന്ന വ്യക്തി ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ഹല്ലേലൂയ അവരുടെയും ഹല്ലേലൂയ ദൈവത്തിന്റെയും ഇടയിൽ നാം നിൽക്കുന്നത്. ഇന്റർസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, സ്റ്റാൻഡിങ് ഇൻ ദ ഗ്യാപ്പ് between God and that person, between God and that family, hallelujah, between God and that nation, hallelujah, സ്തോത്രം. അപ്പോൾ ഇത്രയും വിശുദ്ധിയോടെ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഞ്ഞിട്ട് പോലും ഹല്ലേലൂയ, സ്തോത്രം, തമ്പുരാൻ അവനെ ഒരു പ്രവാചകൻ എന്ന് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മടിക്കുന്നില്ല എന്ന് ഓർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ അധ്യായത്തിന്റെ ഒരു 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 കൺക്ലൂഷൻ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, ധാരാളം വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ സമയമെടുത്ത് വായിപ്പിക്കുന്നില്ല. ഞാൻ റെഫറൻസ് പറയാം, നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യുകയും വായിക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഫെയിലിയർ മേ സ്റ്റിൽ ഒക്കർ ആഫ്റ്റർ മെനി വിക്ടറീസ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തോൽവികൾ വരാം. ഇൻ അവർ ക്രിസ്ത്യൻ വാക്ക് വിത്ത് ഗോഡ്, failure may still occur after many victories. അതുകൊണ്ട് ഒരു പരാജയം വന്നു എന്ന് വിചാരിച്ച് വിഷമിച്ചു പോകണ്ട. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 13, മത്തായിയുടെ സുവിശേഷം 6:13, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 12 to 13, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 8 to 10, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അബീമേലെക്കിന്റെ ഒരു ചോദ്യത്തിന് അബ്രഹാം പറയുന്ന മറുപടിയുണ്ട്. നീ എന്ത് കണ്ടിട്ടാണ് ഈ കാര്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറയുവാണ്, ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം. അതാണ് അബ്രഹാമിന്റെ ഒരു എക്സ്ക്യൂസ്. ഇവിടെ for surely there is no fear of God.
ഡോണ്ട് റാഷണലൈസ് യുവർ സിൻ. ഇവിടെ ദൈവഭയമില്ല, അതുകൊണ്ട് ഇന്നത് സംഭവിക്കും എന്ന് വിചാരിച്ച് എനിക്ക് പാപം ചെയ്യാനായിട്ട് ഒരു അവകാശവും ഇല്ല. അങ്ങനെ പറയല്ലേ സിസ്റ്ററെ. ഈ ലോകത്തില് നമ്മൾ ജീവിക്കുവല്ലേ, നമുക്കൊരു ആന്റി സോഷ്യലായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഓണം വരുമ്പം ആഘോഷത്തിന് വീട്ടിൽ ആഘോഷിച്ചില്ലെങ്കിലും ജോലി സ്ഥലത്ത് ഒരാഘോഷം വരുമ്പം അതിന്റെ കൂട്ടത്തിലൊന്ന് പോയി നിൽക്കണ്ടേ? ക്രിസ്മസ് വരുമ്പം എല്ലാരും സ്റ്റാർ ഇടുമ്പം പിള്ളേരുടെ ഒരു സന്തോഷത്തിന് ഒരു സ്റ്റാർ ഇടുന്നതിന് എന്താ കുഴപ്പം? ഹല്ലേലൂയ, സ്തോത്രം. ഈ ഗവൺമെന്റ് മഹാമോശമാണ്, ഒരു ദൈവഭയവും ഇല്ലാത്തതാ. കൈക്കൂലി കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല. പാവമാണെന്ന് എനിക്കറിയാം, എനിക്ക് ചെയ്യരുതെന്നും എനിക്കറിയാം. കർത്താവെ, മനസ്സോടെയല്ല. കർത്താവിനോട് കൃപ ചോദിക്കുക, കൃപ ചോദിക്കുക. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരായി, പരമാർത്ഥികളായി, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ജീവിപ്പാൻ കൃപ. ഞാനും കൂടെ ഉൾപ്പെട്ട് നിന്ന് ഒരുമിച്ച് പറയുക, നമുക്ക് ഈ ലോകത്തിൽ ചുവടുകൾ മാറ്റിവെക്കാതെ, ഹല്ലേലൂയ, തെറ്റ് ചെയ്യാതെ, പാപം ചെയ്യാതെ, പാർഷ്യൽ ട്രൂത്ത്സ് പറയാതെ ജീവിക്കാനുള്ള ഒരു കൃപ കർത്താവേ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകത്തിന്റെ മ്ലേച്ഛതയ്ക്കൊപ്പം, ഹല്ലേലൂയ, സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ എങ്ങനെ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ ഇടയാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ തിങ്കിങ് അവർ ഇന്റർസെഷൻ ഡിഡ്ന്റ് ബ്രിങ് എനി റിസൾട്ട്സ് ഇൻ ദ പാസ്റ്റ്. എന്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയില്ല, ഞാൻ വെറുതെ ആയിപ്പോയി. ആ വിസിറ്റേഷൻ ഉണ്ടായിട്ട് അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല എന്ന് വിചാരിച്ച് നിരാശയോടെ ദൈവഹിതത്തിനകത്ത് നിന്ന് ഡ്രിഫ്റ്റഡ് ആയി പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Live a life that is consistent with the word and will of God. Hallelujah, stotram. Live a life that is consistent with the word and will of God. ദൈവത്തിന്റെ ഹിതത്തിനും വചനത്തിനും അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കണം. റോമാലേഖനം 6:1, Romans chapter 6 verse 1, Ephesians 4 verse 1, എഫേസ്യ ലേഖനം 4:1, Colossians 3 verse 1, കൊലോസി ലേഖനം 3:1, First Peter 1:13, 1 പത്രോസ് 1:13. ഹല്ലേലൂയ. കൃപ പെരുകേണ്ടതിന് വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുവാൻ നമുക്ക് പ്രമാണമില്ല. ഹല്ലേലൂയ, സ്തോത്രം. Be unique Christians. That is the takeaway message from this chapter. Be a unique Christian. Be a unique Christian. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ഒരു ദൈവ പൈതലായി നമുക്ക് ഈ ദിവസങ്ങളിൽ നിൽക്കാം. മാത്യു chapter 5 verse 13 to 16,
മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കൊലോഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5 to 6. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 13. വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ ദൈവം, God is created as a unique person. നമുക്ക് തുല്യരായി ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. So let us be a unique Christian. Let us have a unique walk with God. Let us have a unique character in our society. Let our family be a unique family. Hallelujah. In our society, നമ്മുടെ ദേശത്ത്, ഹാലേലൂയ, ഒരു യുണീക്ക് ഫാമിലി ആയിട്ട്, ഒരു യുണീക്ക് ചേർച്ച് ആയിട്ട്, ഒരു യുണീക്ക് ക്രിസ്ത്യൻ ആയിട്ട്, ഒരു യുണീക്ക് കപ്പിളായിട്ട്, ഒരു യുണീക്ക് ജനറേഷനെ റേസ് ചെയ്യുന്നവരായിട്ട്, ഹാലേലൂയ, നമുക്ക് മാറാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.